ഓം തുളസി മാനസത്തിലൂടെ ഒരു തീർത്ഥയാത്ര ഭാഗം 4. ആത്മഭാവങ്ങളെ സാദരം പ്രണാമം. നമ്മൾ അയോധ്യാകാന്ഡത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അഹല്യാമോക്ഷം, മിഥിലാപുരി, ജനകരാജധാനി, അവിടെ നടക്കുന്ന ധനുർയാഗം, അവിടേക്ക് രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ട് വിശ്വാമിത്ര മഹർഷി എത്തുന്നു. യാത്രാമധ്യേ ഗൗതമാശ്രമത്തിൻ്റെ ശൂന്യതയെക്കുറിച്ച് മഹർഷിയുടെ വിവരണം രാമകുമാരന്മാർ ശ്രദ്ധിച്ചു. അഹല്യയുടെ ദീനകഥ, ഉഗ്ര തപസ്വിയും വിരക്തനുമായ ഗൗതമ ശാപത്തിനിരയായി അഹല്യ ശിലാരൂപത്തിൽ കഴിയുന്നു. രാമപാദസ്പർശം കൊണ്ട് മോക്ഷം ലഭിക്കുമെന്ന് ഗൗതമൻ പ്രവചിച്ചിട്ടുണ്ട്. ശാപമോക്ഷം നൽകിയിട്ടുണ്ട്. രാമൻ കരുണാർദ്രനായി. അഹല്യയുടെ രൂപലാവണ്യവും താരുണ്യവും കണ്ട് ദേവേന്ദ്രൻ കാമാർത്തനായി. വഞ്ചിതയായ ഗൗതമ പത്നിയും താപസനാൽ പരിത്യജിക്കപ്പെട്ടു. രാമചന്ദ്രൻ ആ ദുഃഖിതയ്ക്ക് പാദസ്പർശമേകി ശാപമോക്ഷം കൊടുത്തു. വാത്സല്യപൂർവ്വം അഹല്യ രാമപാദങ്ങളിൽ വീണു വണങ്ങി. ഹേ ജഗദീശ, കാത്തു രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. കണ്ണടച്ച് ധ്യാനിച്ചു. അപ്പോൾ മനോദർപ്പണത്തിൽ ശംഖ് ചക്രഗദാധാരിയായ മഹാവിഷ്ണുവിൻ്റെ മോഹന രൂപമാണ് നിഴലിച്ചത്. രാമഭക്തിയിൽ മുഴുകിക്കൊണ്ട് ശേഷജീവിതം ഗൗതമനോടൊപ്പം കഴിച്ചുകൂട്ടി. അഹല്യ ഭാരതീയ മഹിളകളിൽ പ്രാതസ്മരണീയയായി. അമ്മ ശാപമുക്തയായി എന്ന സന്തോഷവാർത്ത പുത്രൻ ശതാനന്ദനും അതീവ ആനന്ദം, സന്തോഷം പകർന്നു. ഏകപത്നി വ്രതം എന്നത് ഭാരതത്തിൻ്റെ സാംസ്കാരിക സവിശേഷതയാണ്. പൊരുത്തമില്ലാത്ത വിവാഹവും പുരുഷമേധാവിത്വവും കാമാസക്തിയും എത്രയോ കുലസ്ത്രീകളെ കടുത്ത യാതനകൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഇന്നും അതുപോലെ നടക്കുന്നു. വയോവൃദ്ധനും മഹാജ്ഞാനിയുമായ ഗൗതമൻ്റെ തപശ്ചര്യ, യുവതിയും സുന്ദരിയുമായ അഹല്യയുടെ മൃദുല വികാരങ്ങൾ, ഇവ മാനസികമായും വൈകാരികവുമായി പൊരുത്തപ്പെടാൻ വിഷമമാണ്. രാമചന്ദ്രൻ്റെ തളിർ മാനസം പുണ്യമേകി. രാമനെപ്പോലെയുള്ള ദീനബന്ധുക്കൾ സ്ത്രീജന ഉദ്ധാരണത്തിനും സ്ത്രീകളുടെ ചാരിത്ര്യ സംരക്ഷണത്തിനും മാർഗദർശികളാകണം. ഈ ഗുണപാഠം ഈ സന്ദർഭത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. രാമനാമം ബ്രഹ്മ, വിഷ്ണു, ശിവത്തെ ധ്വനിപ്പിക്കുന്നു.
സൃഷ്ടിസ്ഥിതി സംഹാരത്തെ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനുള്ള മനുഷ്യാവതാരത്തിൻ്റെ മഹത്വത്തെ ധ്വനിപ്പിക്കുന്നു രാമനാമം. എല്ലാ മാനസികമായ അസ്വസ്ഥതകളെയും ഈശ്വരനാമം, രാമനാമം ഇല്ലാതാക്കുന്നു, ശാന്തിയേകുന്നു. ആത്മഭാവങ്ങളെ മിഥിലാപുരി ആധ്യാത്മിക സിദ്ധികളുടെ വിളനിലമായും ജ്ഞാന വിജ്ഞാനത്തിൻ്റെ ദീപസ്തംഭമായും മിഥിലാപുരി വിരാജിക്കുന്നു. രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മഹർഷി അവിടെ എത്തിക്കുന്നു. വേദമന്ത്രധ്വനികളാൽ മുഖരിതമായ ഋഷ്യാശ്രമങ്ങൾ, യാജ്ഞവൽക്യൻ, ശതാനന്ദൻ എന്നീ ഗുരുക്കന്മാർ, ഗാർഗി, മൈത്രേയി മുതലായ വിദുഷികളായ മഹാതപസ്വിനികൾ, ഋഷികമാർ, അനുഗ്രഹീതമായ വിദ്യാകേന്ദ്രങ്ങൾ, ഫലമൂലാദികൾ നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങൾ, വർണ്ണോജ്വലമായ പുഷ്പവാടിക, മനോജ്ഞമായ ഉദ്യാനങ്ങൾ, രമ്യഹർമ്മ്യങ്ങൾ, വ്യാപാര വ്യവസായ കേന്ദ്രങ്ങൾ എല്ലാം ജനകപുരിയുടെ മഹാത്മ്യത്തെ വിളിച്ചോതുന്നു. ജനക മഹാരാജാവ് ബ്രഹ്മജ്ഞാനിയാണ്, രാജർഷിയാണ്. വിദേഹരാജൻ ജനകപുത്രിമാർ, വിദേഹരാജാവായിട്ടുള്ള ജനകൻ്റെ പുത്രിമാർ സീത, ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി ആത്മീയ പരിവേഷത്തിലാണ് വളർന്നു വരുന്നത്. അവരുടെ സവിശീലാദി ഗുണങ്ങൾ ജനക കുടുംബത്തിൻ്റെ ഐശ്വര്യത്തെ ഉത്തരോത്തരം വർദ്ധിപ്പിച്ചു. രാമകുമാരന്മാരെ ഈ കഥകളെല്ലാം മഹർഷി പറഞ്ഞു കേൾപ്പിച്ചു. ജനക രാജധാനിയിൽ ജാനകി പരിണയത്തോട് അനുബന്ധിച്ച് ശാപയജ്ഞം നടക്കുന്നു. ശിവദത്തമായ ത്രയംബകം വില്ല് കുലയ്ക്കുന്ന വീരന് മാത്രമേ ജാനകിയെ വിവാഹം കഴിച്ചു കൊടുക്കൂ. ഇത് ജനകൻ്റെ ഉഗ്രപ്രതിജ്ഞയാണ്. അനേകം വീരന്മാർ ശാപയജ്ഞത്തിൽ പരാജയപ്പെട്ടു. ജനകൻ ദുഃഖിച്ചു. ലക്ഷ്മണൻ ഇതറിഞ്ഞിട്ട് ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദശരഥപുത്രനായ രാമചന്ദ്രൻ, ക്ഷാത്രതേജസ്സുള്ള എൻ്റെ പൂജ്യനായിട്ടുള്ള ജ്യേഷ്ഠൻ, ഗുരു വിശ്വാമിത്രൻ്റെ അനുവാദവും നേടിക്കൊണ്ട് യജ്ഞത്തിൽ പങ്കെടുക്കട്ടെ. ജനക മഹാരാജാവിൻ്റെ ദുഃഖം മാറും. സന്താന സൗഭാഗ്യത്തിനായി ജനകൻ നടത്തിയ യജ്ഞഭൂമി ഉഴുത് നിരപ്പാക്കിയപ്പോൾ ഉഴവുചാലിൽ നിന്നും ഒരു പേടകത്തിൽ സ്വർണവർണ്ണമുള്ള ഒരു പെൺകുഞ്ഞിനെ ലഭിച്ചു. അതാണ് സീത, സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അവതാരം. ധർമ്മപത്നി സുനയനയും രാജർഷി ജനകനും ഓമനിച്ച് സീതക്കുട്ടിയെ വളർത്തി. ഈശ്വരദത്തമായി കിട്ടിയ മകൾ സീതയ്ക്ക് ഒരനുജത്തിയുണ്ട്, ഊർമിള. ജനക സഹോദരനായ കുശധ്വജൻ്റെ പുത്രിമാരാണ് മാണ്ഡവിയും
ശ്രുതകീർത്തിയും. ഈ 4 സഹോദരിമാരും ഒരു തണ്ടിലെ 4 പുഷ്പങ്ങളെന്ന വണ്ണം വിളങ്ങി എല്ലാവരുടെയും ശ്രദ്ധാവാഹികളായി. സീതാസ്വയംവരം. ജനകപുരയിലെത്തിയ കുമാരന്മാർ സൗന്ദര്യവും സൗരഭ്യവും നൈർമല്യവും സമ്മേളിക്കുന്ന ഒരു പൂങ്കാവനം കാണുന്നു. മിഥിലേശൻ ശിഷ്യരുമായി എത്തിയ മഹർഷി വിശ്വാമിത്രനെ യഥോചിതം ആദര സത്കാരങ്ങളോടുകൂടി സ്വീകരിച്ചു. വിശ്രമ വ്യവസ്ഥകളെല്ലാം ചെയ്തു. ജനകീയമായ രാജകീയമായ എല്ലാവരും ആകർഷിക്കുന്ന രീതിയിൽ മഹർഷി വര്യനും രാമകുമാരന്മാർക്കും വിശ്രമത്തിനുള്ള വ്യവസ്ഥ ചെയ്തു, സൗകര്യം നൽകി. രാജദമ്പതികൾ കുമാരനെ കണ്ടപ്പോൾ തന്നെ ആനന്ദതുന്തിലരായി. മഞ്ഞപ്പട്ടും തൂണീരവും അസ്ത്രശസ്ത്രങ്ങളുമായി പ്രവേശിക്കുന്ന അവരുടെ രൂപസൗഭാഗ്യവും ഭക്ത്യാദരസമന്വിതമായ പെരുമാറ്റവും കണ്ട ജനകൻ രോമാഞ്ചചകിതനാകുന്നു, അത്ഭുതപ്പെടുന്നു. ക്ഷാത്ര തേജസാർന്ന മുഖകമലവും മനോഹര കോമള രൂപം. എല്ലാവരും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ത്രയംബകം വെല്ലുകുലച്ച് സീതയെ രാമചന്ദ്രൻ വരിക്കട്ടെ എന്ന്. മാർഗമധ്യേ കിട്ടിയ കൂട്ടുകാരുമൊത്ത് ശാപയജ്ഞത്തിന് സജ്ജമാക്കിയ ശാലയും വേദിയും അതിഥികൾക്കിരിക്കുവാനുള്ള വിശിഷ്ട മണ്ഡപങ്ങളും കണ്ട് സാമോദം ആചാര്യസന്നിധിയിൽ തിരിച്ചെത്തി രാമകുമാരന്മാർ. സുപ്രഭാതം. സീതയും സഹോദരിമാരും സഖിമാരും പൂജാപുഷ്പങ്ങളുമായി ശാരദാക്ഷേത്രത്തിൽ പോകും വഴി രാമലക്ഷ്മണന്മാരെ കാണുന്നു. രാമദർശനത്താൽ പുളകം പൂണ്ട സീത രഘുരാമനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. പ്രേമപൂജ നടത്തി. ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. പ്രസാദമായി ലഭിച്ചത് സൗരഭ്യമാർന്ന ഒരു മനോഹര പുഷ്പമാലയാണ്. സീതയ്ക്ക് രാമചന്ദ്രനെ വരനായി ലഭിക്കും എന്ന നാരദ മഹർഷിയുടെ വരദാനം ഓർത്തു. സീതയുടെ ചിലങ്കധ്വനി രാമൻ ശ്രവിക്കുന്നു. സീതാസൗന്ദര്യത്താൽ രാമൻ അത്യന്തം പുളകം പൂണ്ട് ആനന്ദിച്ചു. എന്തൊരഴക്, തേജസ്, വിനയം എല്ലാം ഒത്തിണങ്ങിയ രൂപം. ജനകനന്ദിനി ഭദ്രദീപത്തെ പോലെ രാമൻ്റെ കാൽമുമ്പിൽ ദിവ്യപ്രകാശം ചൊരിഞ്ഞിരിക്കുന്നു. രാമൻ്റെ കൺമുമ്പിൽ അഭീഷ്ടസിദ്ധി ഉണ്ടാകട്ടെ എന്ന് ഗുരു അനുഗ്രഹിച്ചു. ജനക നിയോഗവുമായി എത്തിയ ശതാനന്ദ മഹർഷി വിശ്വാമിത്ര മഹർഷിയെയും രാമലക്ഷ്മണന്മാരെയും യാഗശാലയിൽ കൂട്ടിവന്നു. രാമൻ്റെ ശ്യാമകോമള രൂപം, ശാന്തഗംഭീരഭാവം, ആകാരസൗഷ്ഠവം, അരയിൽ മഞ്ഞവസനം, തോളിൽ അസ്ത്രശസ്ത്രങ്ങൾ
തുളസിമാല എല്ലാവരുടെയും മനം കവർന്നു. സഖിമാരോടൊത്ത് സർവാലങ്കാര വിഭൂഷിതയായി മൈഥിലി വരണമാലയുമായിട്ട് യാഗശാലയിലെത്തി. സത്യസന്ധനും ദൃഢവ്രതനുമായ മിഥിലേശൻ തൻ്റെ പ്രതിജ്ഞാവാചകം ഇപ്രകാരം ഉറക്കെ ആവർത്തിച്ചു: എൻ്റെ പുത്രി ജാനകി ത്രയംബകം വില്ല് കുലയ്ക്കുന്ന ധീരവീരനെ വരണമാല്യം ചാർത്തും. വീരപ്രസുവായ ഭാരതത്തിൽ ശിവശാപഭഞ്ജനത്തിന് യോഗ്യനായ ആരുമില്ലെന്നും വീരമാതൃത്വത്തിന് കളങ്കമോ ഈ ദൃഢവചനം കേട്ട മാത്രയിൽ തന്നെ ലക്ഷ്മണകുമാരൻ ഉറക്കെ ഉദ്ഘോഷിച്ചു, വിളിച്ചു പറഞ്ഞു: രഘുവംശതിലകമായ രാമചന്ദ്രൻ ഇരിക്കുമ്പോൾ ഈ സദസ്സിൽ അപശബ്ദം മുഴങ്ങരുത്. ശാപഭഞ്ജനത്തിന് എൻ്റെ ജ്യേഷ്ഠൻ ദശരഥനന്ദനൻ രാമചന്ദ്രൻ തയ്യാറുണ്ട്. രാമൻ ലക്ഷ്മണനെ ശാന്തനാക്കി. വിശ്വാമിത്ര മഹർഷി ശാപയജ്ഞത്തിന് ആജ്ഞയും അനുഗ്രഹവും നൽകി, ആശിസ്സും നൽകി. രാമൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശാപഭഞ്ജനം നടത്തി. ശംഖനാദം മുഴങ്ങി. വിശ്വാമിത്ര ശതാനന്ദ മഹർഷിമാരുടെ കാർമ്മികത്വത്തിൽ സീതാസ്വയംവരം മംഗളമായി നടന്നു. സ്വസ്ത്യസ്തു ശുഭമസ്തു. സന്തു മംഗള സദാനി.